നമസ്കാരം. റഷ്യയുടെ തെക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് വോൾഗോഗ്രാഡ്. ഇന്ന് റഷ്യയിലെ 16ാമത്തെ വലിയ നഗരമാണിത്. സോവിയറ്റ് കാലഘട്ടത്തിൽ ഈ നഗരം അറിയപ്പെട്ടിരുന്നത് സ്റ്റാലിൻഗ്രാഡ് എന്ന പേരിലാണ്. സാക്ഷാൽ ജോസഫ് സ്റ്റാലിന്റെ പേരിലുള്ള നഗരം പിന്നീട് സോവിയറ്റ് യൂണിയൻ ശിഥിലമായ ശേഷം പഴയ പേരായ വോൾഗ്രാഡിലേക്ക് തിരികെ പോയി. ഈ നഗരത്തിലെ വിമാനത്താവളത്തിന് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയ പേര് സ്റ്റാലിൻഗ്രാഡ് എന്നാണ്. അങ്ങനെ ഒരു സ്റ്റാലിൻഗ്രാഡ് വീണ്ടും എത്തുന്നതിന് എന്താണ് കാരണം? അതെ, ഓപ്പറേഷൻ ബർബോസ. ഒരിക്കൽ ലോകചരിത്രത്തിലെ ഒരു വമ്പൻ പോരാട്ടത്തിന് വേദിയായ നഗരമാണ് സ്റ്റാലിൻഗ്രാഡ്. എടുത്തു പറയുകയാണെങ്കിൽ സോവിയറ്റ് യൂണിയനിന്റെ എണ്ണ സമ്പന്നമായ കോക്കസ് മേഖലയിലേക്കുള്ള പ്രവേശന കവാടമായിരുന്നു ഈ നഗരം. ഓപ്പറേഷൻ ബർബോറസ എന്ന പേരിൽ നാസികൾ റഷ്യയിൽ ആക്രമണം നേരത്തെ തുടങ്ങിയിരുന്നു. സ്റ്റാലിന്റെ പേരിൽ തന്നെയുള്ള നഗരം വീണാൽ അത് സോവിയറ്റ് യൂണിയന്റെ ആത്മവിശ്വാസം കുറയ്ക്കുമെന്നാണ് നാസികൾ കരുതിയിരുന്നത്. 1942 യുദ്ധം തുടങ്ങിയത്. 10,000കണക്കിന് ജർമ്മൻകാരും സഖ്യകക്ഷികളായ ഇറ്റാലിയൻ, ഹംഗേറിയൻ, റുമേനിയൻ പടയാളികളും നഗരത്തെ ആക്രമിക്കുവാൻ തുടങ്ങി. സോവിയറ്റ് പ്രതിരോധം ശക്തമായിരുന്നു. 10 ദിനത്തിൽ നഗരം പിടിച്ചെടുക്കണമെന്ന് ജർമ്മനി വിചാരിച്ചു. കരയുദ്ധത്തിനു പുറമെ ശക്തമായ വ്യോമാക്രമണങ്ങളും നടത്തി. 10,000കണക്കിന് നഗരവാസികൾ ദിനം പ്രതി കൊല്ലപ്പെട്ടു. ഒട്ടേറെ കെട്ടിടങ്ങൾ പൊട്ടിത്തകർന്ന് നശിക്കുകയും ചെയ്തു. രണ്ടു മുന്നണികളിലും ഭക്ഷണത്തിന്റെ ഉൾപ്പെടെ കടുത്ത ക്ഷാമം ഉടലെടുത്തു. ഇരു മുന്നണികളിലുമായി 10 ലക്ഷത്തിലധികം ആളുകൾ പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്നു. നാസി സൈന്യം എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും അവരെ വളയുവാൻ സോവിയറ്റ് സൈന്യം തീരുമാനിച്ചു. ശൈത്യകാലവും സോവിയറ്റ് യൂണിയന് സഹായകരമായി. താമസിയാതെ റഷ്യ സൈന്യം 4 പാടിൽ നിന്നും വിരസി കയറി. ടാങ്കുകളും പീരങ്കികളും പടയാളികളും അവർക്കൊപ്പമുണ്ടായിരുന്നു. പിന്നീട് വലിയ പോരാട്ടമായിരുന്നു. സോവിയറ്റ് യൂണിയൻ പൗരന്മാരായ 10 ലക്ഷം പേരെങ്കിലും ഈ കൊടും യുദ്ധത്തിൽ മരണപ്പെട്ടെന്നാണ് കണക്ക്. എന്നാലും നാൾക്കുനാൾ നാസികൾ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒടുവിൽ 1943 ഫെബ്രുവരിയിൽ അവർ പരാജയം സമ്മതിച്ച് പിന്തിരിഞ്ഞു. നാസികളെ പരാജയപ്പെടുത്തിയവരെന്ന തങ്ങളുടെ ചരിത്രം വീണ്ടും പറഞ്ഞ് റഷ്യൻ അഭിമാനത്തെ ഉയർത്തുവാനുള്ള ശ്രമമാണ് പുടിന്റേതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. യുക്രൈനിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന റഷ്യൻ സൈനികർ ഇങ്ങനെ ഒരു ആവശ്യം ഉയർത്തിയതെന്നും അവരുടെ വാക്കുകൾക്ക് തനിക്ക് നിയമം പോലെയാണെന്നും പുടിൻ പറഞ്ഞു. അതുകൂടാതെ തന്നെ യുക്രൈനിലെയും പോളണ്ടിനെയും പ്രകോപിക്കുവാനാണ് ഈ ഒരു പേരുമാറ്റ ചടങ്ങിലുള്ള ഉദ്ദേശമെന്നും പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്.